യെസ് ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ബിഗ് ഹായ് ബിഗ് ഹലോ ബിഗ് ഗുമ്മ. യെസ് മക്കളെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കല്ലേ? എല്ലാവരും നല്ല പവറായിട്ട് ഇരിക്കല്ലേ? എല്ലാവരും ഉഷാറായിട്ട് സുമാറായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കല്ലേ? എല്ലാവരും പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് എനിക്കറിയാം. യെസ്, നമ്മുടെ എക്സാംസ് ഇങ്ങ് അടുത്തു അല്ലേ? നമ്മുടെ 8ാം ക്ലാസ്സിന്റെ എക്സാംസ് ഇങ്ങ് അടുത്തു. അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ എൻ്റെ പേര് സജയ് കൃഷ്ണ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണ്. എത്രാമത്തെ ചാപ്റ്റർ ആണ്? 10ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണ്. അത് എങ്ങനെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാ, എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് അതിൽ നിന്ന് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം ഓറിയന്റഡ് വ്യൂവിലാണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കില്ല. നമ്മൾക്ക് എങ്ങനെ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും, ഓക്കെ, എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് ഒന്ന് റിവ്യൂ അടിച്ച് റിവൈൻഡ് അടിച്ച് സെറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയല്ലേ? റെഡിയാണ്. എൻ്റെ എല്ലാ മക്കളും റെഡിയാണെന്ന് അറിയാം. അപ്പോ നമ്മൾ എന്താണ് പതുക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ചാപ്റ്റർ 10 ബ്ലാങ്കറ്റ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ പുതപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. യെസ്, നമുക്ക് ഇന്ന് ഇവിടെ പഠിക്കാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ പഠിക്കും, ഇപ്പോൾ തന്നെ പഠിക്കും. യെസ്, അപ്പോ ഫസ്റ്റ് നമുക്ക് നോക്കാം atmospheric composition, അന്തരീക്ഷ സംരചന. അതെന്താണെന്ന് നോക്കാം. Gases, moisture and dust particles are the major constituent of our atmosphere that blanket our earth. It is a gravitational attraction of the earth that holds the atmosphere close to the earth. ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഗുരുത്വമാണ്. ഓക്കെ, ഭൂഗുരുത്വമാണ്. ഓക്കെ, അപ്പോ ഇത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഗ്യാസസ്, മോയ്സ്ചർ, ഡസ്റ്റ് പാർട്ടികളൊക്കെ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ മെയിൻ കോൺസ്റ്റുവന്റ് ആണ്. എന്താണ്? അറ്റ്മോസ്ഫിയറിലെ മെയിൻ ആയിട്ടുള്ള കോൺസ്റ്റുവന്റ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഭൂമിക്ക് ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്നു. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ പുതപ്പ് അല്ലെങ്കിൽ ഭൂമിക്ക് ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഭൂഗുരുത്വമാണ്. ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ആണ് ഇതിനൊക്കെ എന്താ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലാങ്കറ്റ് ഓഫ് അവർ എർത്ത് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് അവർ എർത്ത്, എന്തൊക്കെയാണ് നമ്മുടെ എർത്തിനെ ബ്ലാങ്കറ്റ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഗ്യാസസ്, മോയ്സ്ചർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ എന്താണ് എർത്തിനെ പുതപ്പിച്ച് നിർത്തുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് എന്താ ഈ പേരുകൾ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ കേസ് പഠിക്കുക. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നീ വാതകങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി. ഫസ്റ്റ് പോയിന്റ് എന്താ? പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, എന്താണ് നമ്മുടെ പ്ലാന്റ്സ് എന്തിനാണ് ഈ പറഞ്ഞ കാർബൺ ഡയോക്സൈഡ്? ഫോട്ടോസിന്തസിസ്. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശ സംശ്ലേഷണത്തിന് എന്താണ് ഇതിനെ യൂസ് ചെയ്യുന്നു, ഇതിനെ കാർബൺ ഡയോക്സൈഡിനെ. പിന്നെ അതേപോലെ മാൻ ആൻഡ് അതർ ഓർഗാനിസംസ് മേക്ക് യൂസ് ഓഫ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. ശ്വാസന പ്രക്രിയയ്ക്കായി മനുഷ്യനും മറ്റു ജന്തുജാലങ്ങളും ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നു. ഇല്ലേ? യെസ് അല്ലേ? ശ്വാസന പ്രക്രിയ ഇതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ ആണ്. നമ്മൾ മാത്രമല്ല മറ്റ് എന്താണ് ജന്തുക്കളും ഇതൊക്കെ തന്നെയാണ് എന്താ യൂസ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ, ആദ്യം നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് പഠിച്ചു. പ്ലാന്റ്സ് എന്താണ് ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യുന്നു. അതേപോലെ മാൻ ആൻഡ് അതർ ഓർഗാനിസംസ് എന്തൊക്കെ ചെയ്യുന്നു? നമ്മുടെ ഓക്സിജൻ എന്താണ് നമ്മുടെ ശ്വസന പ്രക്രിയ അല്ലെ, റെസ്പിറേഷൻ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് നൈട്രജൻ ഫോർ ദ ഗ്രോത്ത് ത്രൂ നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യ വളർച്ചയ്ക്കായി നൈട്രജൻ എന്താണ് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് ഈ നൈട്രജൻ ഫിക്സേഷൻ? ഓക്കെ, നൈട്രജൻ ഫിക്സേഷൻ അത് ഈ പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ സസ്യ വളർച്ചയ്ക്കായിട്ട് എന്താ നൈട്രജൻ രൂപപ്പെടുത്തുന്ന പ്രധാനമായിട്ടൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാനമായിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഈ പറഞ്ഞ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ എന്താണ് സസ്യ വളർച്ചയ്ക്കായിട്ട് നൈട്രജൻ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നൈട്രജൻ സ്ഥിരീകരിച്ച് കഴിഞ്ഞ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് പ്രധാനമായിട്ടും ഇത് ആ പറഞ്ഞ
ഗ്രോത്തിന്, അതായത് പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ഈ നൈട്രജൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 3 പോയിന്റ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട്. അതേപോലെ മാനും അതർ ഓർഗാനിസംസും എന്താണ് നമ്മുടെ ശ്വസന പ്രക്രിയ ശ്വസിക്കാനൊക്കെ ആയിട്ട് ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ്സ് എന്താണ് നൈട്രജന് വേണ്ടിയിട്ട് നൈട്രജൻ എന്താണ് ഫിക്സേഷൻ വഴി നൈട്രജൻ എന്താണ് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെറ്റാണ്. ഇതെല്ലാവരും പഠിക്കണം. 3 മാർക്കിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ജലാംശം. വാട്ടർ മോളിക്യൂൾസ് ആർ എ മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജല തന്മാത്രകൾ. ഓക്കെ, അതേപോലെ തന്നെ ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു. ഓക്കെ, വാട്ടർ റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ത്രൂ ഇവാപറേഷൻ ആൻഡ് കോസസ് ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് റെയിൻ. അത് മേഘങ്ങളുടെ രൂപീകരണത്തിന് മഴയ്ക്കും കാരണമാകുന്നു. There is a spatial and temporal variation in the amount of water present in the atmosphere. അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് എല്ലായിടത്തും എല്ലാ സമയത്തും ഒരുപോലെയല്ല. ഇത്രയും പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ അതായത് അന്തരീക്ഷത്തിലെ ജലാംശം, അതായത് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതിലെ കാര്യങ്ങളാണ് ഈ 4 പോയിന്റ് ആയിട്ട് 4 അല്ല 3 പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മക്കൾ ഇത് പഠിച്ചാൽ മതി. ഈ സാധനം എന്താണ് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങളത് പഠിച്ചിരിക്കണം. ഓക്കെ, സെറ്റാണ്. അതേപോലെ തന്നെ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ amount of water in the atmosphere. അന്തരീക്ഷത്തിലെ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? റേറ്റ് ഓഫ് ഇവാപറേഷൻ വിൽ ബി ഹൈ അറ്റ് പ്ലേസസ് എക്സ്പീരിയൻസിങ് ഹയർ ടെമ്പറേച്ചർ. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണുന്നു. ഓക്കെ, ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ എന്താണ് ബാഷ്പീകരണ തോത്, അതായത് ഇവാപറേഷൻ റേറ്റ് നല്ല ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടങ്ങളിൽ അന്തരീക്ഷത്തിൽ എന്തുണ്ടാവും ജലാംശം, ഓക്കെ വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ട് ഉണ്ടാവും എന്ന് പറയുന്നു. അതേപോലെ എന്താണ് the amount of water will be high in the atmosphere close to the surface and water sources such as oceans, rivers and other water bodies. Okay, അപ്പോൾ ഈ പറഞ്ഞ എന്താ അറ്റ്മോസ്ഫിയറിനോട് ക്ലോസ് ആയിട്ടുള്ള എന്താണ് ഈ പറഞ്ഞ വാട്ടർ സോഴ്സസ് ഉണ്ട്. അത് എന്തൊക്കെയാണ്? ഓഷ്യൻ, റിവേഴ്സ്, പിന്നെ അതർ വാട്ടർ ബോഡീസ്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഇതിലെ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നല്ല ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇതിലെ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ഹൈ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ക്ലോസ് ടു ദ സർഫേസ് വാട്ടർ സോഴ്സസ് സച്ച് ആസ് ഓഷ്യൻ, റിവേഴ്സ് ആൻഡ് അതർ വാട്ടർ ബോഡീസ്. അതായത് ഈ പറഞ്ഞ എന്താ ഇതിനോട് ചേർന്ന് കിടക്കുന്നത് കാരണം അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, സെറ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതില് വെള്ളം നല്ല രീതിയിൽ ഉണ്ടാവും. അത് മാത്രമല്ല നമ്മുടെ അറ്റ്മോസ്ഫിയർ ഓക്കെ ഇതിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന കാരണം അറ്റ്മോസ്ഫിയറിലെ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റാണ്. യെസ് ഓക്കെ ആണ്. ഇനി അടുത്തത് ദ സോഴ്സസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ടു ദ അറ്റ്മോസ്ഫിയർ. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇതും ചിലപ്പോൾ ഒരു 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും കേട്ടിരിക്കുക. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോട്ട് ടു ദ അറ്റ്മോസ്ഫിയർ ബൈ വിൻഡ്. കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ. അതേപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എറപ്റ്റഡ് ത്രൂ വോൾക്കാനോസ്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ. ആഷ് ഫോർമഡ് ബൈ ബേണിംഗ് ഓഫ് മെറ്ററോസ്. ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് പാർട്ടിക്കിളിലെ പ്രധാനപ്പെട്ട സോഴ്സസ്. ഓക്കെ, ഫസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോട്ട് ടു ദ അറ്റ്മോസ്ഫിയർ ബൈ വിൻഡ്. കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ. ഓക്കെ, അതേപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എറപ്റ്റഡ് ത്രൂ വോൾക്കാനോസ്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്ത് വരുന്നവ. ഏറ്റവും ലാസ്റ്റ് എന്താ? ആഷ് ഫോർമഡ് ബൈ ബേണിംഗ് ഓഫ് മെറ്ററോസ്. അതായത് ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എന്തിന്റെ സോഴ്സസ്? നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ സോഴ്സസ്. എവിടത്തെ? അന്തരീക്ഷത്തിലെ പൊടി പടലങ്ങളുടെ വിവിധ മാർഗങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് പഠിച്ചോളാം മക്കളെ, സെറ്റാണ്. ഇനി അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ പൊടി പടലങ്ങൾക്കുള്ള പ്രാധാന്യം. ദ ഫ്രീക്വന്റ് കണ്ടൻസേഷൻ കോൺസെൻട്രേറ്റ്സ് അറൌണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടി പടലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഘനനീകരണ പ്രക്രിയ കൂടുതലായിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വന്റ് കണ്ടൻസേഷൻ അതായത് ഘനനീകരണ പ്രക്രിയ പ്രധാനമായിട്ടും നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതേപോലെ ആസ് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ക്ലൗഡ് ഫോർമേഷൻ ദേ ആർ കോൾഡ് കണ്ടൻസേഷൻ ന്യൂക്ലിയൈ. അപ്പോൾ ഈ പറഞ്ഞ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ ഇവയെ ഘനനീകരണ മർമ്മം എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലെ നേർത്ത പടപടലങ്ങൾ എന്തിനാണ്? നമ്മുടെ മേഘരൂപീകരണം ഓക്കെ ക്ലൗഡ് ഫോർമേഷൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് വിളിക്കും? കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്ന് വിളിക്കും. അതായത് ഘനനീകരണ
ഘനീകരണ മർമ്മം എന്ന് വിളിക്കും. ഓക്കെ, ഘനീകരണമല്ല, ഘനീകരണ മർമ്മം എന്ന് വിളിക്കും. കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്ന് വിളിക്കും. ഓക്കെ, സെറ്റാണ്. ഇനി അടുത്തത് എന്താണ്? വൈ ദ മൗണ്ടനറീസ് ക്ലൈംബിംഗ് മൗണ്ട് എവറസ്റ്റ് ടേക്ക് ഓക്സിജൻ സിലിണ്ടേഴ്സ് വിത്ത് ദം. ചിലപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, എവറസ്റ്റ് കയറുന്ന പർവ്വതോഹര് ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ കരുതുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, പർവ്വതാരോഹറാണ്, രോഹകർ. ഓക്കെ, ഇത് പെട്ടെന്നൊന്ന് കുഴഞ്ഞു പോയി. പർവ്വതാരോഹകരാണ്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് നമ്മുടെ ഓക്സിജൻ കയ്യിൽ കരുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ 27% of the atmospheric air remains within 2019 from the Earth's surface. മൊത്തം അന്തരീക്ഷ വായുവിലെ 97% ഭൂമിയിൽ നിന്നും 29 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ്. ഓക്കെ, അപ്പോ ഇത് 2019 അല്ല, 97 ആണ്. ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തം അന്തരീക്ഷ വായുവിലെ 97% ഭൂമിയിൽ നിന്നും 29 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ്. പിന്നെ അതേപോലെ ദ ഗ്യാസസ് ഗെറ്റ് വെരിഫൈഡ് വിത്ത് ഇൻക്രീസിംഗ് ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ വായുവിന്റെ സാന്നിധ്യം കുറയുന്നു. അതേപോലെ ദിസ് ഈസ് ദ റീസൺ ഫോർ ദ മൗണ്ടനീസ് ക്ലൈംബിംഗ് മൗണ്ടൻ ടേക്ക് ഓക്സിജൻ സിലിണ്ടർ വിത്ത് ദം. അതിനാൽ പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ കൂടെ കരുതുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഉയരം കൂടുന്നത് കാരണം എന്താണ്? അന്തരീക്ഷ വായു അല്ലെ, പൊക്കം കൂടുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ വായു നല്ല രീതിയിൽ, അല്ലെങ്കിൽ അന്തരീക്ഷ വായുവിന്റെ സാന്നിധ്യം നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ മൗണ്ടനീഴ്സ് ഈ ക്ലൈംബ് ചെയ്യുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ അവർക്ക് ശ്വസിക്കാനായിട്ട് കൂടെ കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റാണ്. ഇനി അടുത്തത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഹരിതഗൃഹവാതകങ്ങൾ. സം ഓഫ് ദ ഗ്യാസസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ക്യാൻ ഓൾസോ പെർമിറ്റ് ഇൻസുലേഷൻ ആൻഡ് പ്രിവെന്റ് ദ ടെറസ്ട്രിയൽ റേഡിയേഷൻ. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾക്ക് സൗരതാപനത്തെ കടത്തിവിടാനും അതേപോലെ ഭൗമീകരണത്തെ അകികരണം ചെയ്യാനും കഴിവുണ്ട്. ഓക്കെ, അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾക്ക്, ചില ഗ്യാസസിന് സൗരതാപത്തെ ടെറസ്ട്രിയൽ റേഡിയേഷനെ കടത്തിവിടാനും അതേപോലെ ഭൗമീകരണത്തെ ഈ ഇൻസുലേഷൻ, ഭൗമീകരണത്തെ ആഗീകരണം ചെയ്യാനും കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡയോക്സൈഡ്, മെത്തേൻ, ഓസോൺ, എക്സെട്രാ and water vapor present in the atmosphere absorb the terrestrial radiation and retain the temperature of the atmosphere. കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, ഓക്സോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വൈകീകരണത്തെ ആഗീകരണം ചെയ്ത് ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷ തലത്തിലെ താപനില കുറയ്ക്കാതെ നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ദ ഗ്രീൻ ഹൗസ് എഫക്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. പ്രോസസ് കോസിംഗ് ദ ഫിനോമിന ആർ കോൾഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഇതിനെ കോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഫിനോമിനയ്ക്ക് കാരണമാകുന്ന പ്രോസസ്സ്, പ്രക്രിയ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇതൊന്ന് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചാൽ മതി. ഈ ഗ്യാസസിന്റെ പേര്, കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കുക. പിന്നെ ഈ ഫസ്റ്റ് പോയിന്റ് കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സെറ്റായിട്ട് എഴുതാൻ പറ്റും എന്ന് വിചാരിക്കുകയാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ എക്സെട്ര ലെഡ് ടു റാപ്പിഡ് ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 6000 മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡ് ഈസ് ഗെറ്റിംഗ് ആഡഡ് ടു ദ അറ്റ്മോസ്ഫിയർ എവറി ഇയർ ഇൻ ദിസ് മാനർ. Studies reveal that there is a rise of 0.4 degrees Celsius in the average atmospheric temperature due to uncontrolled increase of greenhouse gases in the 20th century. The increase in temperature is referred to as ഗ്ലോബൽ വാർമിംഗ്. അതായത് 20ാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹവാതങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിന്റെ ശരാശരി താപനിലയിൽ 0.4 ഡിഗ്രി സെൽഷ്യസ് വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അന്തരീക്ഷത്തിന്റെ ശരാശരി താപനില, ഓക്കെ, അതിൽ 0.4 ഡിഗ്രി സെൽഷ്യസ് വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പറഞ്ഞ ഹരിതഗൃഹവാതകങ്ങൾ, നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, അപ്പോൾ ഈ ഹരിതഗൃഹവാതങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് എന്ത് വിളിക്കുന്നത്? ആഗോള താപനം എന്ന് വിളിക്കുന്നത്. ആഗോള താപനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇതില് ഈ ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ കാര്യം എഴുതിയാൽ മതി. ഈ ഒരു പോയിന്റ് പ്രധാനമായിട്ടും എഴുതിയാൽ മതി.
ഓക്കെ, അപ്പോൾ ഈ കാര്യം എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്കായി. സെറ്റാണ്, എല്ലാവരും ഇത് മസ്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, സെറ്റാണ്. അപ്പോൾ 0.4 ഡിഗ്രി സെൽഷ്യസിന്റെ കേസ് എഴുതുക. 20th സെഞ്ചുറിയിലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എന്താണ് അൺകൺട്രോൾഡ് ഇൻക്രീസ് കൊണ്ടാണ് അത് കൂടിയത്. അപ്പോൾ അതാണ് എന്ത്, ആ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിനാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആഗോളതാപനം എന്ന് പറയുന്നത്. ഇനി സെറ്റ്, ഹൗ ഗ്ലോബൽ വാർമിംഗ് ബിക്കം എ ത്രെറ്റ് ടു ദ ലൈഫ് ഫോം ഓഫ് ദ എർത്ത്. ആഗോളതാപനം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നത് എങ്ങനെയാണ്? ഓക്കെ, സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ധ്രുവ പ്രദേശങ്ങളിൽ മഞ്ഞുരുകുന്നതിലൂടെ സമുദ്ര ജലനിരപ്പ് ഉയരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എവിടെയാണ്? നമ്മുടെ പോളാറിലെ ഐസ്. ഓക്കെ, പോളാർ റീജിയൻസിലേക്ക് ഐസ് ഉരുകുന്നതിലൂടെ എന്താണ് നമ്മുടെ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരും. അതേപോലെ ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം മേ ലീഡ് ടു ദ പ്രോബ്ലംസ് സച്ച് ആസ് ഫുഡ് ക്രൈസിസ്, ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കോസ്റ്റൽ എക്കോസിസ്റ്റം, അതായത് സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, അതെന്താണ് പ്രധാനമായിട്ട് എന്തിലേക്കാണ് നയിക്കുന്നത്? നമ്മുടെ ദൗർബല്യം, അല്ലെ, ഭക്ഷ്യ ദൗർബല്യം. അതേപോലെ എന്താണ് വൻതോതിലുള്ള കുടികേറ്റം, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറിപ്പോവുക. ആ പരിപാടിയൊക്കെ എന്താ ഈ പ്രധാനമായിട്ടും ഈ കാരണങ്ങൾ കൊണ്ട് എന്താണ് ഉണ്ടാവുന്നതാണ്. പിന്നെ അതേപോലെ എന്താണ് ഞാൻ ഈ പറഞ്ഞു ആഗോളതാപനം എന്താ ഇത്തിരി പ്രശ്നമുള്ള എന്താണ് കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോഴാണ് പറഞ്ഞത്. ഓക്കെ, ആഗോളതാപനം ഇത്തിരി പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കും ഇല്ലേ? അവിടെ പട്ടിണിയായി പോകും, ഭക്ഷണമൊന്നും കിട്ടൂല. അതേപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്താണ് ഭക്ഷണവും അതേപോലെ ജോലിയൊക്കെ തേടി പോകേണ്ടി വരും. പിന്നെ അതേപോലെ ഗ്ലോബൽ വാർമിംഗ് ലീഡ്സ് ടു ദ ഡിപ്ലീഷൻ ഓഫ് മെനി സ്പൈസസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥയിലെ പല സസ്യജന്തുജാലകങ്ങളുടെയും നാശത്തിന് വഴിവെക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിംഗ് എന്താണ് പല എന്താണ് ജാലകങ്ങൾ. ഓക്കെ, പല സ്പീസീസിനൊക്കെ ഉണ്ടാകും നല്ല രീതിയിൽ വംശനാശം അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ നാശം നല്ല രീതിയിൽ എന്താണ് വരുത്തി വെക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ് ഒന്ന് മക്കള് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, സെറ്റാണ്. ഇനി ഓസോൺ ലെയർ എന്താണെന്ന് നോക്കാം. As the ozone gas is concentrated in the upper atmosphere as a layer, it is called as the ozone layer. അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഇതിനെ ഓസോൺ പാളി എന്ന് പറയുന്നു. ഓക്കെ, അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ എന്താണ് ഒരു പാളിയായി ഓസോൺ വാതകം, എന്താണ് ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതിനാൽ എന്താണ് ഇതിനെ ഓസോൺ പാളികൾ എന്ന് നമ്മൾ വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഓസോൺ പാളികൾ എന്ന് വിളിക്കുന്നു. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ലൈഫ് ഫോംസ് ഓഫ് ദ എർത്ത് ബൈ അബ്സോർവിംഗ് ദ ഹാർംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ. ഇത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗികരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇത്? സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗികരണം ചെയ്യുന്നു. അതിലൂടെ എന്താണ് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ പറഞ്ഞ 2 പോയിന്റ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് അൾട്രാ വയലറ്റ് റേസ്. ഓക്കെ, ഇത് 1, 2, 3, 4, 5, 6, 7 പോയിന്റ് ഉണ്ട്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ദോഷങ്ങൾ. ഓക്കെ, ഇത് എക്സാമിന് പലവട്ടം ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് എല്ലാവരും മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഫസ്റ്റ് വരുന്ന എന്താണ്? സ്കിൻ ക്യാൻസർ. ഓക്കെ, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച്, ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഫെയിലിയർ, എന്താണ് സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, അതേപോലെ എന്താണ് പ്രീമേച്വർ ഏജിങ്, ബ്ലൈൻഡ്നെസ്, അതായത് തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ, കാലാവസ്ഥാ മാറ്റം, ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യ വളർച്ച എന്താണ് മുരടിക്കൽ, അതേപോലെ അകാല വാർദ്ധക്യം, അതേപോലെ അന്ധത, നിശാതിമിരം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 7 പോയിന്റ്സ്. ഓക്കെ, എന്ത് കാരണം കൊണ്ടാണ്? നമ്മുടെ അൾട്രാ വയലറ്റ് റേസിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ട് വരുന്നതാണ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, സ്കിന്നിന് ക്യാൻസർ ഉണ്ടാവുന്നു, ഓക്കെ, ക്ലൈമറ്റിന് ചേഞ്ച് ഉണ്ടാവുന്നു, അന്ധത ഉണ്ടാവുന്നു, അതേപോലെ പ്രീമേച്വർ ഏജിങ്, ഓക്കെ, അകാല വാർദ്ധക്യം വരുന്നു, അതേപോലെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, ഓക്കെ, സസ്യ വളർച്ച എന്താണ് മുരടിച്ചു പോകുന്നു, ഓക്കെ, വളർച്ച ഇല്ലാണ്ടായി പോകുന്നു, നശിച്ചു പോകുന്നു, പിന്നെ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവുന്നു, ഓക്കെ, കൃഷിനാശം ഉണ്ടാവുന്നു, പിന്നെന്താണ് ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിൻ, അതായത് ആഹാര ശൃംഖലയുടെ എന്താണ് തകർച്ച. ഇതൊക്കെ എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്? നമ്മുടെ അൾട്രാ വയലറ്റ് റേസിലെ നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ട് ഉണ്ടാവുന്നതാണ്. വെരി ഇമ്പോർട്ടന്റ്. പലവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ആയിട്ടും പഠിച്ചോളണം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് റീസൺസ് ഫോർ ഓസോൺ ഡിപ്ലീഷൻ ഓർ ഓസോൺ ഹോൾസ്. ഓസോൺ പാളിയിൽ വിള്ളലിനുള്ള കാരണമാവുന്ന പ്രധാന ഘടകങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, yes, refrigerators, air conditioners, different types of sprays, fire extinguishers, paint, etc. are sources of gases such as fluorocarbons, halon, etc. റെഫ്രിജറേറ്ററിലെ എയർ കണ്ടീഷനുകൾ വിവിധ തരം എന്താണ്
ഈ പറഞ്ഞ സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് തുടങ്ങിയ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ എന്താണ് ഈ പറഞ്ഞ സാധസ്സുകളാണ്. അതേപോലെ സ്രോതസ്സുകളാണ് സാധസ്സുകൾ എന്നല്ല. അതേപോലെ തന്നെ സച്ച് ഗ്യാസസ് കുഡ് റിമെയിൻ altered in the atmospheric for a long time. ഇത്തരം വാതകങ്ങൾക്ക് എന്താ ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാനായിട്ട് ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുകയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്, പക്ഷേ റീസെന്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എല്ലാവരും ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്തത്, ദീസ് ഗ്യാസസ് റൈസിംഗ് ടു ദ അപ്പർ അറ്റ്മോസ്ഫിയർ റിയാക്ട് വിത്ത് അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ ടു ഫോം ക്ലോറിൻ ആൻഡ് ബ്രോമിൻ. ഓക്കെ, ഉയർന്ന എന്താണ് വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായിട്ട് മാറ്റപ്പെടുന്നു. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഈച്ച് ക്ലോറിൻ ആറ്റം ഈസ് capable of decaying about 1 lakh of ozone molecules. Bromine is 40 times more reactive than chlorine. അതായത് ഓരോ ക്ലോറിൻ ആറ്റത്തിനും 1,00,000 ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായിട്ട് കണക്കാക്കുന്നു. ബ്രോമിൻ ആകട്ടെ ഇതിന്റെ 40 മടങ്ങും. ഓക്കെ, ഈ വാല്യൂസും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഓരോന്നിന്റെ പേര്, ക്ലോറിൻ, ഓസോൺ മോളിക്യൂൾസ്, ഇതൊക്കെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ടേംസ് ആണ്. അതേപോലെ ദിസ് ഡിപ്ലീഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് ഓസോൺ ലെയർ ഈസ് നോൺ ആസ് ഓസോൺ ഹോൾ. ഇപ്രകാരം അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന ശോഷണത്തെ ഓസോൺ സുഷിരം എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന സംഭവമാണ് നമ്മുടെ ഓസോൺ ഹോള് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ ഘടന. ഇതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും 2 സ്ട്രക്ചർ ഉണ്ട്. ഹോമോസ്ഫിയർ ഉണ്ട്, അതേപോലെ ഹെട്രോസ്ഫിയർ ഉണ്ട്. ഓക്കെ, ഹോമോസ്ഫിയർ എന്താണെന്ന് നോക്കാം. ദ കമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് സംവാട്ട് യൂണിഫോം അപ് ടു about 90 kilometers from the surface of the earth. This part of the atmosphere is called as ഹോമോസ്ഫിയർ. ഭൗമോ ഉപരിതലത്തിൽ ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സാരജന ഏറെക്കുറെ ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ 90 കിലോമീറ്റർ വരെ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ ഏകദേശം സെയിം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? നമ്മൾ ഹോമോസ്ഫിയർ എന്ന് വിളിക്കും. ഓക്കെ, 90 കിലോമീറ്റേഴ്സിന് എബോവ് വരെ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിന്റെ കമ്പോസിഷൻ ഏകദേശം സെയിം ആയത് കാരണം ആ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? നമ്മൾ ഹോമോസ്ഫിയർ എന്ന് വിളിക്കും. ഇമ്പോർട്ടന്റ്. അടുത്തത് ഹെട്രോസ്ഫിയർ. ബിയോണ്ട് ദിസ് ദർ ഈസ് നോ യൂണിഫോമിറ്റി ഇൻ ദ ഗാഷ്യസ് കമ്പോസിഷൻ. അതായത് അതിനു മുകളിലേക്ക് വാതക സാരജന ഐക്യരൂപമല്ല. അതിനാൽ 90 കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്ത് ഹെട്രോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അതായത് ഷോ ദ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ബിയോണ്ട് 90 കിലോമീറ്റർ ഫ്രം ദ എർത്ത് ഈസ് കോൾഡ് ആസ് ഹെട്രോസ്ഫിയർ. അതായത് ഈ പറഞ്ഞ 90 കിലോമീറ്റർ മുകളിൽ 90 കിലോമീറ്റർ മുതൽ ഈ പറഞ്ഞ യൂണിഫോമിറ്റി, അതായത് ഗ്യാഷ്യസ് കമ്പോസിഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. 90 കിലോമീറ്ററിന് മുകളിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം ഈ ഒരു ഭാഗം നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഹെട്രോസ്ഫിയർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹെട്രോസ്ഫിയർ എന്ന് നമ്മൾ വിളിക്കും. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഈ പറഞ്ഞ 90 കിലോമീറ്റർ വരെ അവിടെ യൂണിഫോമിറ്റി ഉണ്ടാവും. പക്ഷേ ഇവിടെ 90 കിലോമീറ്റർ മുതൽ യൂണിഫോമിറ്റി ഉണ്ടാവില്ല. അപ്പോൾ 90 കിലോമീറ്റർ മുതൽ യൂണിഫോമിറ്റി ഇല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെട്രോസ്ഫിയർ എന്നും. അതേപോലെ തന്നെ 90 കിലോമീറ്റർ വരെ യൂണിഫോമിറ്റി ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹോമോസ്ഫിയർ എന്ന് വിളിക്കും. ഈ 2 കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ പാളികളുടെ ഘടന. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് ലെയേഴ്സിന്റെ പേരുണ്ട്. ഒന്ന് ട്രോപ്പോസ്ഫിയർ, അതേപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയർ, അതേപോലെ മെസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട്, അതായത് ഈ പേരുകൾ മക്കൾ ആദ്യം പഠിച്ചു വെച്ചിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആദ്യം നമുക്ക് ട്രോപ്പോസ്ഫിയർ നോക്കാം. ദിസ് ലെയർ എക്സ്റ്റെൻഡ്സ് അപ് ടു about 90 കിലോമീറ്റർ ഫ്രം ദ സർഫേസ് ഓഫ് ദ എർത്ത് ആൻഡ് ലൈസ് ക്ലോസ് ടു ദ എർത്ത്. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നു. എത്ര കിലോമീറ്റർ ഉയരം വരെയാണ്? 13 കിലോമീറ്റർ ഉയരം വരെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഏതാണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയർ. ഓക്കെ, സെറ്റ് ആണ്. The height of the troposphere is more than the equatorial regions because of strong convection here. Okay, അപ്പോൾ മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്. ഓക്കെ, അപ്പോൾ ചൂടുപിടിച്ച ഉയരങ്ങളിലേക്ക് വായു വ്യാപിക്കുന്നുണ്ട്. എവിടെ? മധ്യരേഖാ പ്രദേശത്ത്. ഓക്കെ, ഇക്വറ്റോറിയൽ റീജിയനിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ട്രോപ്പോസ്ഫിയറിന് ഉയരം കൂടാറാണ്, അല്ലെങ്കിൽ കൂടുതൽ ഉയരമുണ്ട്. എത്ര കിലോമീറ്റർ വരെ? 18 കിലോമീറ്റർ വരെ. ഓൾമോസ്റ്റ് ഓൾ ദ വെദർ ആൻഡ് ക്ലൈമാറ്റിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, wind, thunder and lightning etc. takes place in this layer.
മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം എന്താണ് ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് ആണ്. അതേപോലെ ഇൻ ദ ട്രോപ്പോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ യൂണിഫോം റേറ്റ് ഓഫ് 1°C for every 165 meters of altitude. This is called normal lapse rate. ടോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1°C എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ഓരോ 165 മീറ്ററിനും എന്താണ് 1°C എന്ന തലത്തിൽ താപം ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയും? നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയും. അതായത് ക്രമമായ താപനഷ്ടം എന്ന് പറയും. ദ സോൺ ഓഫ് ട്രാൻസിഷൻ അബോവ് ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപോസ്. ട്രോപ്പോസ്ഫിയർ മുകളിലുള്ള സംക്രമണ മേഖലയിൽ എന്ത് വിളിക്കും? നമ്മൾ ട്രോപ്പോപാസ് എന്ന് വിളിക്കും. എന്താണ്? സംക്രമണ മേഖലയെ നമ്മൾ ട്രോപ്പോപാസ് എന്ന് വിളിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സെറ്റിൽ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇപ്പൊ ടോപ്പോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ പോയിന്റ് നിങ്ങൾ എഴുതിയെങ്കിലും പ്രധാനമായിട്ട് ഇത് എവിടെ വരെ എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുക. പിന്നെ അതേപോലെ എന്താണ് ഈ പറഞ്ഞ വിൻഡിന്റെയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും എഴുതി പോകാനായിട്ട് ശ്രമിക്കുക. ഭയങ്കര വാസ്റ്റ് ആയിട്ട് എഴുതേണ്ട. ഇത് മാർക്കിനനുസരിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഈ നോർമൽ ലാപ്സ് റേറ്റ് ഒക്കെ എന്താണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടോപ്പോപോസ് ആയാലും ചിലപ്പോൾ എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി സ്ട്രാറ്റോസ്ഫിയർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സ്റ്റെൻഡ് അപ് ടു എ ഹൈറ്റ് ഓഫ് അബൌട്ട് 50 കിലോമീറ്റർ ഫ്രം ദ എർത്ത് ആൻഡ് ലൈസ് അബോവ് ദ ട്രോപ്പോപോസ്. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് എന്ത്? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇൻ ദ ലോവർ പാർട്സ് ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയർ there is no change in the temperature with altitude. This one is called an isothermal zone. Beyond this there is increase in temperature with altitude. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് എന്താ? താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയിൽ എന്ത് വിളിക്കും? സമതാപ മേഖല എന്ന് വിളിക്കും. ഓക്കെ, നോട്ട് ചെയ്തോ. ഇപ്പൊ ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. എല്ലാവരും ഇത് പഠിച്ചിട്ടുള്ള കാര്യമാണെന്ന് അറിയാം. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും പോരാ. നല്ല രീതിയിൽ ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു പോയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ടാമത് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈ കാര്യം ഒന്ന് അറിഞ്ഞു പോയാൽ മതി. ജസ്റ്റ് ആയിട്ട് ഒന്ന് അറിഞ്ഞു പോയാൽ മതി. ഇനി ഓസോൺ ലെയർ വിച്ച് ഫോംസ് പാർട്ട് ഓഫ് ദിസ് ലെയർ അബ്സോർബ്സ് ദ harmful ultraviolet rays from the sun and prevents it from reaching the earth. ഓസോൺ പാളി ഹാനികരണങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗീകരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു. ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന എന്താണ്? അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗീകരണം ചെയ്ത് എന്താണ്? ഓസോൺ പാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗീകരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. അലോസ് ദ ഫ്രീ മൂവ്മെന്റ് ഓഫ് ജെറ്റ് എയർക്രാഫ്റ്റ്സ് ത്രൂ ക്ലിയർ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് എയർ ഗട്ടേഴ്സ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ സാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാന്നിധ്യമാക്കുന്നു. അപ്പോൾ ഈ ജെറ്റ് എയർക്രാഫ്റ്റ്സിന്റെ കേസ് ഒന്ന് നോട്ട് ചെയ്തോളാം. ഇത് എന്താണ്? ഈ പറഞ്ഞ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതി. അത് നല്ല ക്ലിയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അതേപോലെ എയർ ഗട്ടേഴ്സ് ഒക്കെ എന്താണ് കുറവായത് കാരണം ഇവിടെ എന്താണ് നമ്മുടെ എയർ ക്രാഫ്റ്റ്സ് അതായത് ജെറ്റ് എയർക്രാഫ്റ്റ്സിന്റെ എന്താണ് ആ ഒരു യാത്ര കാര്യങ്ങൾ മൂവ്മെന്റ് ഒക്കെ എന്താണ് നല്ല രീതിയിൽ സുഗമമായിരിക്കും എന്നാണ് പറയുന്നത്. ദ സോൺ ഓഫ് ട്രാൻസിഷൻ അബോവ് ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് കോൾഡ് ദ സ്ട്രാറ്റോപോസ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയിൽ എന്ത് വിളിക്കുന്നു? നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റോപോസ് എന്ന് വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇത് ഞാൻ ഓടിച്ച് പറഞ്ഞത്. പ്രധാനമായിട്ട് ഇതിന്റെ പേരുകൾ പഠിക്കുക, അതേപോലെ കിലോമീറ്റർ കാര്യങ്ങൾ, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ടന്റ്സ് പഠിക്കുക. ഇങ്ങനെ ഈ ദിസ് വൺ ഈസ് കോൾഡ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്താ എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. എന്നിരുന്നാൽ പോലും ഇത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എന്താണ് കണ്ടന്റ് ആണ്. സെറ്റ് അല്ലേ? അപ്പോൾ മാർക്കിനനുസരിച്ച് മക്കൾ എല്ലാവരും എഴുതണം. ഇനി അതേപോലെ ഇത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മെസോസ്ഫിയർ ആണ്. എന്താണ്? മെസോസ്ഫിയർ ആണ്. അത് എക്സ്റ്റെൻഡ്സ് ഫ്രം അബൌട്ട് 50 to 80 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ് ഫ്രം ദ എർത്ത്. നമ്മൾ ഓരോന്നിന്റെ കിലോമീറ്റർ പറഞ്ഞാണ് പോകുന്നത്. എത്ര ഇതിലാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? 50 to 80 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ്. അതായത് ഭൂമിയിൽ നിന്ന് 50 മുതൽ 20 കിലോമീറ്റർ 80 ആണ്. 80 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഇത് വ്യാപിച്ച് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ എന്താണ്? ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫെൽറ്റ് അറ്റ് ദ മെസോപോസ് 80°C to 100°C. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മെസോപോസിൽ അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. The meteors on reaching the mesosphere get burned out due to friction. ഉൽക്കകൾ മെസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ എന്താണ്? കത്തിച്ചാരമാകുന്നു. The zone of
ട്രാൻസിഷൻ അബോവ് ദ മെസോസ്ഫിയർ ഈസ് കോൾഡ് മെസോപോസ്. മെസോസ്ഫിയറിന്റെ മുകളിലുള്ള സംക്രമണ മേഖലയെ നമ്മൾ എന്ത് വിളിക്കുന്നു? മെസോപോസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. കിലോമീറ്ററിന്റെ കേസാണ് കമ്പൽസറി ആയിട്ടും മസ്റ്റ് ആയിട്ടും ബേസ് ആയിട്ടും ഇതിനകത്ത് എഴുതേണ്ടത്. പിന്നെ അതേപോലെ പൊക്കത്തിന്റെ കാര്യങ്ങളൊക്കെ മക്കൾ എഴുതുക. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ സെറ്റാണ്. ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ ക്ലാസിഫിക്കേഷൻ ആണ് തെർമോസ്ഫിയർ. എക്സ്റ്റെൻഡ് ഫ്രം അബൌട്ട് 80 കിലോമീറ്റർ ടു 600 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ്, അതായത് ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ച് കിടക്കുകയാണ്. ദർ ഈസ് കൺസിഡറബിൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്തോറും എന്താണ് ഈ പറഞ്ഞ ഇതിന്റെ താപനില ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. ലോവർ പാർട്ട് ഓഫ് ദ തെർമോസ്ഫിയർ ഈസ് നോൺ ആസ് എന്താ അയനോസ്ഫിയർ. അതായത് തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? അയനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ദ അയനോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. ഓക്കെ, അത് അയനോസ്ഫിയർ എന്താണ്? റേഡിയോ പരിപാടികളുടെ ദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ലോണോസ്ഫിയറിലെ അയനോസ്ഫിയർ ആണ്. ഇത് ആണ് മക്കളെ, എല്ലായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അയനോസ്ഫിയർ എന്തിന് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ് അത് സഹായകരമാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ എന്താണ് ഈ അറ്റ്മോസ്ഫിയറിന്റെ ക്ലാസിഫിക്കേഷൻ സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, ട്രോപ്പോസ്ഫിയർ ഉണ്ട്, അതേപോലെ എന്താ നമ്മുടെ മെസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഈ കിലോമീറ്റർ പൊക്കം ഉയരം എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുള്ളത് എന്നുള്ള കാര്യം മസ്റ്റായിട്ടും ഇതിൽ നിന്ന് പഠിച്ചു വെക്കുക. അതേപോലെ ഓരോ പാർട്സും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇതിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 8ാം ക്ലാസ്സിലെ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് ഇത് പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും വായിച്ച് ജസ്റ്റ് ഷോർട്ട് ചെയ്താണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും തന്നെ താങ്ക് യു. All the best.